നമസ്കാരം. നമസ്കാരം. പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ ഇന്ന് ഇസ്രയേൽ ആക്രമിച്ചതോടെ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമാണ് എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് വ്യാപകമായ രൂപത്തിൽ പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ എല്ലാ സ്ഥലത്തും മിസൈൽ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. തുടങ്ങിയത് ഇസ്രയേൽ ആണെങ്കിലും അത് അമേരിക്കയുടെ സഹായത്തോടെയാണെങ്കിലും പിന്നീട് ഉണ്ടായത് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ ആക്രമണമാണ്. ഇത് എന്തായിത്തീരും? യുദ്ധം എനിക്ക് തോന്നുന്നു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഇതിന് നമ്മൾ കോയിൻസിഡൻസ് ആയിട്ട് നോക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, 2 ദിവസം മുമ്പാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നമ്മൾ ഏറെക്കുറെ ഡയറക്റ്റ് യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. രണ്ടും സുന്നി രാജ്യങ്ങൾ. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി പര്യടനം നടത്തി അവിടുത്തെ പാർലമെൻറ്റിലൊക്കെ പ്രസംഗിച്ച് കയ്യടി മേടിച്ച് അവിടുത്തെ ചർച്ച കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് വളരെ പെട്ടെന്ന്. മാത്രമല്ല, സൗദി അറേബ്യയിലെ ഒരു ഷെയ്ക്ക്, സെക്കൻഡ് റാങ്കിലുള്ള ഷെയ്ക്ക് 2 മണിക്കൂർ നേരം മോഡിയെ ഇവിടെ കാണാനായിട്ട് 2 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് മോഡിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങൾ. ഇറാനെ സഹായിക്കാൻ പരസ്യമായിട്ട് വരേണ്ട പ്രധാനപ്പെട്ട രാജ്യം റഷ്യയാണ്. റഷ്യ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഇറാൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം ചിലപ്പോൾ വളരെ പെട്ടെന്ന് തീരാം. പിന്നെ അമേരിക്കയുടെ വേറൊരു പോളിസിയുണ്ട്. ബോംബിങ്ങിനുള്ള അവസരം നിലനിർത്താൻ വേണ്ടി സ്ഥിരമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകും. അവരുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നശിപ്പിച്ചിട്ട് ഞങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു, അമേരിക്കൻ ജനതയോട് പറയാൻ വേണ്ടി പല കലാപരിപാടിയും നടക്കും. ഇപ്പോൾ ഇറാൻ്റെ തിരിച്ചടികൾ അമേരിക്ക സ്വാഗതം ചെയ്യും. കാരണം എന്താണെന്നറിയോ? കൂടുതൽ ഫോഴ്സ് അവിടെ ഉപയോഗിക്കാനുള്ള ഒരു ന്യായീകരണം അമേരിക്കൻ ജനങ്ങൾ യുദ്ധം ഇഷ്ടപ്പെടുന്നവരല്ല. പക്ഷെ ഇവിടെ ഇനി ഫോഴ്സ് ഉപയോഗിക്കാനുള്ള ന്യായീകരണം കിട്ടുന്നത് ഇത്തരം റിട്ടാലിയേഷൻ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഒരു കാരണം കാണിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ പറ്റും. ഇപ്പം കണ്ടിട്ടുള്ളത് ഒരേ സമയത്ത് ഖത്തർ ആക്രമിക്കുന്നു, ദോഹ ആക്രമിച്ചു, അവിടെ വലിയ വിസ്ഫോടനങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്നുള്ള മലയാളികൾ അറിയിക്കുന്നത്. അവർ തന്നെ ധാരാളം ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും അധികം സൗദി ആക്രമിച്ചു എന്നുള്ളതാണ്. സൗദി മാത്രമല്ല കുവൈത്ത് ആക്രമിച്ചു എന്നുള്ളതാണ്. കുവൈത്ത് മാത്രമല്ല UAE-യിലെ അബുദാബിയിലും ദുബായിലും ആക്രമണം നടന്നു, അവിടെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഇന്ത്യക്കാരുള്ള സ്ഥലമാണ് പശ്ചിമേഷ്യ. പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈനിലും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ ഈ സ്ഥലങ്ങളിൽ ആക്രമണം നടന്നാൽ എന്തിന് ഒരു മിസൈൽ വീണാൽ മതി അവിടെ പരിഭ്രാന്തരാകാൻ, കേരളീയർ ഞെട്ടാൻ വേണ്ടിയിട്ട്, അവിടുത്തെ കുടുംബങ്ങൾ ആകാൻ വേണ്ടിയിട്ട്. ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ സ്വാഭാവികമായിട്ട് മുമ്പ് ഇറാഖൊക്കെ ആക്രമിച്ച സമയത്ത്, അമേരിക്ക ഇറാഖ് ആക്രമിച്ച സമയത്ത് EMS എടുത്ത നിലയാണ് നമ്മുടെ സദ്ദാം എന്ന് പറഞ്ഞിട്ട് സദ്ദാമിന് വേണ്ടി പാട്ടുകളടക്കം തയ്യാറാക്കേണ്ട തെരുവിലേക്ക് ഇറങ്ങിയ ഇടതുപക്ഷം ഇത്തവണ ഇറാന് വേണ്ടി ഇറങ്ങാൻ സാധ്യതയുണ്ടോ? ഇറാന് വേണ്ടി ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇറാനിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഷിയ പോപ്പുലേഷനാണ്. അത് കേരളത്തിൽ അവർ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് 10 വോട്ട് കിട്ടാനില്ല. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ, ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ കൂട്ടത്തിലുള്ള സുന്നികൾ ചിലപ്പോൾ കുറച്ച് പേരുള്ളവർ അവർ പിണറായി തള്ളിപ്പറയും. ലാഭമില്ലാത്തൊരു കച്ചവടമാണ്. വോട്ട് കിട്ടുമെങ്കിൽ മാത്രമേ നീതിബോധവും ധർമ്മമൊക്കെ ഉള്ളൂ, വിദേശ നയമുള്ളൂ, മതേതരത്വമൊക്കെ ഉള്ളൂ. ഇവിടെ അതുകൊണ്ട് കേരളത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളോ ഒന്നും കാര്യമായിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ ആക്രമിച്ചെന്ന് പറഞ്ഞ് വേണം നടത്തും, ഇറാനെ അതല്ലാതെ ഇറാൻ ഇപ്പോൾ ചെയ്യുന്ന ഇസ്രായേലിലേക്കോ അമേരിക്കയിലോ വിടേണ്ട മിസൈലുകൾ UAE-യിലേക്കും ഖത്തറിലേക്കും സൗദി അറേബ്യയിലേക്കും വിടുന്നതിനെതിരായിട്ട് ഇവിടുത്തെ CPM-ഓ അല്ലെ അതുപോലത്തെ പുരോഗമനവാദികളോ ഒരൊറ്റ അക്ഷരം വേണ്ടിയില്ല. കാരണം ഇവിടെ അവർക്ക് ഷിയ വിഭാഗത്തിന് വോട്ടില്ല എന്നുള്ളത്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റായ വിവരം, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മസ്കറ്റിലേക്കും ദുബായിലേക്കും അബുദാബിയിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും അതുപോലെയുള്ള ഫ്ലൈറ്റുകളെല്ലാം പെട്ടെന്ന് നിർത്തലാക്കിയിരിക്കുന്നു. ഇവിടുന്ന് പുറപ്പെട്ട വിമാനങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടുകൂടിയിട്ട് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ മലയാളികൾ ഭയങ്കര ഭീതിയിലാണ് ഈ സന്ദർഭത്തിൽ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ, ഇവിടുത്തെ മലയാളികളെ ഏറ്റവും പേടിയോടുകൂടി കാണുന്ന കാര്യം വന്നിരിക്കുന്നത് പശ്ചിമേഷ്യ കത്തുന്നതുകൊണ്ടാണ്.
ലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. മസ്കറ്റിൽ മിസൈൽ വീണു എന്ന് പറയുമ്പോൾ, ഖത്തറിൽ മിസൈൽ വീണു എന്ന് പറയുമ്പോൾ, ദോഹയിൽ മിസൈൽ വീണു പറഞ്ഞാൽ അവിടെ അതിനെ പ്രതിരോധിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവിടേക്ക് മിസൈൽ വന്നു എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക യുദ്ധം നിർത്തി ഓടിയത് ഖത്തറിലേക്ക് ഇത് വന്നുകൊണ്ടാണ്, മിസൈൽ വന്നുകൊണ്ടാണ്. മിസൈൽ വന്ന് നിമിഷങ്ങൾക്കകം മുന്നറിയിപ്പ് നൽകി മിസൈൽ അയച്ചു. അതുകൊണ്ട് അമേരിക്ക എന്ത് പിൻവാങ്ങി ഓടി എന്നാണ് പറഞ്ഞത്. ആ പിൻവാങ്ങി ഓടലല്ല, അപ്പോൾ അവർ വീണ്ടും കൃത്യമായി പറഞ്ഞാൽ അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ അമേരിക്കയുടെ താവളം ആക്രമിച്ചതിന് തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇങ്ങനത്തെ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. ഇസ്രയേലിനെ ആദ്യം ഇറക്കിയിട്ടാണ് ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ, മുമ്പ് ഇറാനിൽ യുദ്ധം ആരംഭിച്ച അതിൻ്റെ വിമാനങ്ങൾ വന്നപ്പോൾ തിരിച്ചു വിളിച്ച ആളാണ് നമ്മുടെ ട്രംപ്. അപ്പൊ ഇപ്പം അതല്ല, ട്രംപിന് വാശി കയറിയിരിക്കുന്നു. ട്രംപ് ഏറ്റവും ദുർബലമായ സ്ഥലമാണ് ഇറാൻ എന്ന് മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളും വലിയ പ്രക്ഷോഭത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ യുദ്ധത്തിന് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഖമേനിയുടെ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് പശ്ചിമേഷ്യ കത്തുകയാണെങ്കിൽ അത് കേരളത്തെ ബാധിക്കില്ലേ? കാരണം കേരളത്തെ ബാധിക്കുമ്പോൾ മലയാളികൾക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഇടപെടില്ലേ? കേരള പിണറായി വിജയൻ ഇടപെടുമെന്ന് പറഞ്ഞാൽ, കാരണം പിണറായി വിജയന് 10 വോട്ട് കിട്ടാനുണ്ട് അവിടെ. അത് മാത്രമല്ലേ അദ്ദേഹത്തിന് നോട്ടുള്ളൂ. അല്ലെങ്കിൽ നൈജീരിയയിലുണ്ടാകുന്ന മുസ്ലിം കലാപത്തെക്കുറിച്ച്, പാകിസ്ഥാനും ബലീസ് അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടാകുന്ന അതിനെക്കുറിച്ചൊന്നും ഇവിടെ മുസ്ലിങ്ങൾ മരിക്കുന്നതിനെക്കുറിച്ച് യാതൊരു സങ്കടവുമില്ലല്ലോ. യാതൊരു സങ്കടവുമില്ല. എന്തേ ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ തെറി പറഞ്ഞാൽ 10 വോട്ട് ഇവിടെ കിട്ടും. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ഇസ്രായേലാണെന്നുള്ള രീതിയിൽ നാളെ പ്രസ്താവന വരാം. അല്ലാതെ ഇറാൻ ഇങ്ങനെ അമേരിക്കയോട് യുദ്ധം ചെയ്യേണ്ടതിന് അമേരിക്കയിലേക്ക് അയക്കേണ്ട മിസൈലും ഇസ്രായേലിലേക്ക് അയക്കേണ്ട മിസൈലും ഖത്തറിലേക്കും UAE-യിലേക്കും അയക്കുന്നതിനെ പറ്റി യാതൊരു പ്രതിഷേധവും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധം അമേരിക്കയ്ക്ക് പലതരത്തിൽ ആവശ്യമാണ്. ഒന്ന്, ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ലോകം വന്നിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് അപ്രസക്തമായി, ഒന്നും ഇടപെടാൻ പറ്റാത്ത അവസ്ഥ. റഷ്യ നേരത്തെ പറഞ്ഞു ഉക്രൈനിൽ കുടുങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്, ട്രംപിന് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ട്രംപിൻ്റെ അടുത്ത കാലത്ത് ഈ താരിഫ് പോളിസി സുപ്രീം കോടതി അബ്സല്യൂട്ടായിട്ട് 37% അദ്ദേഹത്തിന്റെ പിന്തുണ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പിന്തുണ തിരിച്ചു കിട്ടാനുള്ള എളുപ്പമാർഗം എന്നാ? യുദ്ധമാണ്. മാത്രമല്ല ഇറാനിൽ $1 എന്ന് പറഞ്ഞാൽ 17,000 അവിടുത്തെ റുപ്പീസിന് കറൻസി തുല്യമാണെന്നാണ്. 17,000 കറൻസി എന്നൊക്കെ പറഞ്ഞാൽ 27,000. അപ്പോൾ ഈ രാജ്യം, അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മോണോപ്പൊളി നിലനിർത്താൻ പറ്റുന്ന മാർഗം. അവിടെ ജനങ്ങളിടയിൽ ഭീതി ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് അവരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നിങ്ങനെ അവർ ഈ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാനുള്ള അവസരം തരണം, അവർ അണ്വായുധം വികസിക്കാൻ പാടില്ല, യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കർശനമായ ഇത് കൊണ്ടുവന്ന് താക്കീത് നൽകി. അതിനുണ്ടാകും ഇത്രയും പെട്ടെന്ന് ഇത് ഉണ്ടാവുന്നു എന്ന് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ സൂചന ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. ആ സൂചന കൃത്യമാക്കിക്കൊണ്ടാണ് മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഞാനും ഹരികുമാർ നമ്മളെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ ഇറാൻ ഇത് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തയും ചെയ്തിരുന്നു. അപ്പൊ അത് ഇന്ന് എന്തായാലും ഇറാൻ അതേ സമയത്ത് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ഇറാൻ മിണ്ടാൻ പാടില്ല, കൈ കെട്ടി ആക്രമണം കണ്ടിരിക്കാനാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചടിക്കരുത്, ഞങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങളെ നശിപ്പിക്കും. പക്ഷെ ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എടുത്തടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്രയേൽ തുടർച്ചയായിട്ട് മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ 5 പേരാണ് ആകെ ഇവിടെ മരിച്ചിരിക്കുന്നത്. ഒരു സ്കൂളിൽ 5 പെൺകുട്ടികളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ഇവിടെ ഇറാനിൽ. അതേ സമയത്ത് ഇസ്രയേലിലേക്ക് തുടർച്ചയായിട്ട് മിസൈലുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള, കാരണം അത്രയും ഭീകരമായ രൂപത്തിൽ അറ്റാക്ക് തിരിച്ചടിച്ചിരിക്കുന്നു, 2ാം ഘട്ട തിരിച്ചടി നടന്നിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആയുധ മോണോപ്പൊളിയുണ്ട്. അമേരിക്ക അവിടെ അമേരിക്കയും ഇസ്രയേലിന്റെ 2 കാര്യങ്ങളുണ്ട്. ഇസ്രയേലിന് മറ്റേ യുദ്ധം കഴിഞ്ഞ ശേഷം അടുത്തൊരു യുദ്ധം ആവശ്യമുണ്ട്. ഇവിടുത്തെ ഹമാസുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് അവിടെ ശരിയാക്കിയല്ലോ. ഇനി വീണ്ടും ഹമാസിനെ ആക്രമിക്കാനുള്ള കാരണം ഇതിനകത്ത് കിട്ടും. ഹമാസ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും പണം കിട്ടും. ഫേസ്ബുക്കിലേക്ക് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, വളരെ റെജീം ചേഞ്ച്. ഇപ്പോഴത്തെ ആയത്തുള്ള ഖൊമേനിയെ മാറ്റി പുതിയ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളൊരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാകുക. ഈ രണ്ട് കാര്യമാണ് അവർക്ക് സാധിക്കേണ്ടത്. അത് അവർ ഏറെക്കുറെ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. അല്ല, അവര് താൽക്കാലികമായി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിന് പകരം ഭൂഖണ്ഡാന്തര മിസൈലുകൾ വിന്യസിച്ച് വടക്കൻ കൊറിയയുടെ സഹായത്തോടെ അത് വിന്യസിക്കാനുള്ള ഏർപ്പാടിലേക്ക് പോയി എന്ന് പറയുന്ന ഏറ്റവും പുതിയ വിവരമാണ് അമേരിക്കയെ ഇത്രയും പ്രകോപിപ്പിക്കുക. കാരണം അവിടുന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ അമേരിക്കയിൽ ചെന്ന് പതിക്കുന്ന രൂപത്തിൽ അവർ പുതിയ സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന സംഭവം മനസ്സിലായതോടുകൂടിയിട്ടാണ് അമേരിക്ക വേഗം ഇസ്രായേലിനോട് തുടങ്ങിക്കോളാൻ പറഞ്ഞു, പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും യുദ്ധത്തിന്റെ അടുത്ത വാർത്തകൾ നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം. നന്ദി, നമസ്കാരം.